വിഷുദിനമാണ്. വിഷുദിനം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഇനിയും കാത്തിരിപ്പിൻ്റെയും പ്രതീക്ഷയുടെയും ദിനമാണ്. നമ്മളൊക്കെ സംബന്ധിച്ച് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിനങ്ങൾ ഇനി വരുമെന്ന പ്രതീക്ഷയാണ്. രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെയാണ് ചിന്തിക്കാറുള്ളത്. കോഴിക്കോട് DCC അധ്യക്ഷൻ K പ്രവീൺകുമാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ വർഷത്തെ വിഷു പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കാം. വിഷുവിൻ്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? വിഷു എന്നും പ്രതീക്ഷയുടെ സന്തോഷത്തിൻ്റെ ഒക്കെ ഒരു ഉത്സവമാണല്ലോ. ഇത്തവണ DCC പ്രസിഡന്റ് എന്ന നിലക്കും UDFൻ്റെ പ്രവർത്തന നിലക്കും നിറഞ്ഞ ആഹ്ലാദത്തിലും അതിലേറെ സന്തോഷത്തിലുമാണ് ഈ വിഷു. കാരണം ഈ വിഷു കേരളത്തിലെയും കോഴിക്കോട്ടെയും പൊതുമാറ്റത്തിൻ്റെ വിഷു കൂടിയാണ്. ഒരുപാട് കാലത്തെ ചരിത്രം മാറ്റിമറിച്ചുകൊണ്ട് UDF ചരിത്ര വിജയത്തിലേക്ക് നീങ്ങുന്നിടയ്ക്കുള്ള വിഷുവിന് എന്തെന്നില്ലാത്ത സന്തോഷം, അതിലേറെ ആഹ്ലാദം. UDF എങ്ങനെയാണ്? കോഴിക്കോട് എത്ര സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പിൻ്റെ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേഴ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 13 out of 13. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇത്തവണ 8 5 ഭൂരിപക്ഷം, 13 വിജയം. 8 സീറ്റുകളിൽ 5 ഭൂരിപക്ഷം, 13 UDF ജയിച്ചു. CPMൻ്റെ ഉറച്ച കോട്ടകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തു. ആ വലിയ മലവെള്ളപ്പാച്ചിൽ എന്ത് കോട്ട! എല്ലാ വൻമരങ്ങളും കടപുഴകി വീഴും. UDF ചരിത്രം കുറിക്കും. മന്ത്രിമാരും LDF കൺവീനറും ഒക്കെ പരാജയപ്പെട്ടു. ഈ മലവെള്ളപ്പാച്ചിലിൽ കടപുഴകി വീഴാത്ത ഒരു പടുമരവും ഒരു വൻമരവും CPMൻ്റെതും LDFൻ്റെ ജില്ലയിലുണ്ടാവില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ വികസനത്തെക്കാളേറെ ചർച്ച ചെയ്ത്, പ്രത്യേകിച്ച് പേരാമ്പ്രയിലടക്കം വർഗീയതയുടെ ഒരു പ്രചരണമുണ്ടായി. ഏറ്റവും വലിയ തെറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ആയുധമാക്കിയത് വർഗീയ പ്രീണനവും വ്യക്തിഹത്യയുമാണ്. അത് ആ പാർട്ടി കാണിച്ച ഏറ്റവും വലിയ മോശമാണ്. ആ പാർട്ടി പരാജയപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, തകരണമെന്ന് ആഗ്രഹിക്കുന്നില്ല, പരാജയപ്പെടണം. CPM നശിക്കാതിരിക്കണമെങ്കിൽ ഇത്തരം രീതിയിൽ നിന്ന് അവർ പിന്മാറേണ്ടത് കോഴിക്കോട്ടെ പൊതുരാഷ്ട്രീയത്തിൻ്റെ ആവശ്യമാണ്. CPM പറയുന്നത് UDF വർഗീയ പ്രചരണം നടത്തി ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടി. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വർഗീയ പ്രകടനം, ഒരു വ്യക്തിയത്ത ഏതെങ്കിലും UDFകാർ നടത്തി കാണിച്ചു തന്നാൽ അവർ പറഞ്ഞ വിലയം ചെയ്യും. ഈ വിഷു കഴിഞ്ഞ് ഇനിയിപ്പം മെയ് മാസം വരുന്ന സമയത്ത് ഒരു MLA നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല, കൊയിലാണ്ടിയിൽ UDF ജയിക്കും, 5 ഭൂരിപക്ഷം ജയിക്കും. അപ്പോൾ എല്ലാ വിഷു ആശംസകളും. പ്രവീൺകുമാറാണ്. വലിയ പ്രതീക്ഷയിലാണ് അദ്ദേഹം. ഒപ്പം തന്നെ ഈ വിഷു കോൺഗ്രസിനെ സംബന്ധിച്ചും അദ്ദേഹത്തെ സംബന്ധിച്ച് വ്യക്തിപരമായും ഒക്കെ വലിയ ഒരു നേട്ടത്തിൻ്റെ കാലത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. 13 എന്ന തൻ്റെ ആ ഒരു സ്ഥിരം വാക്ക് തന്നെ അദ്ദേഹം ഇത്തവണയും ആവർത്തിക്കുകയാണ്. അതിൽ ഉറച്ചു നിൽക്കുകയാണ് K പ്രവീൺകുമാർ. ക്യാമറ പേഴ്സൺ റിഷാദ് ടിക്കിക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.